ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നെവിൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നെവിൻ വോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. വോക്കൗട്ട് അല്ല, ഇത് റണ്ണൗട്ടാണ്. നെവിൻ ഇറങ്ങിപ്പോകാനായി പ്രധാന വാതിൽ തുറന്നു കൊടുക്കുന്നു. നെവിൻ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആദ്യം തന്നെ ലിവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി അനുവിനെയും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ തിരിച്ചു വന്ന സമയത്ത് നെവിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ക്യാമറയിൽ നോക്കി പറഞ്ഞത്? അപ്പോൾ നെവിൻ പറയുന്നു, അനു ജിസേലിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതുകൊണ്ട് എല്ലാ ആഴ്ചയിലും അനുവിനെ നോമിനേഷനിൽ ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ അനുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതല്ല, ഞാൻ ഈ ഷോയിൽ നിന്ന് തന്നെ ക്വിറ്റ് ചെയ്യുന്നതാണ് എന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞതായിട്ട് വീണ്ടും നെവിൻ പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ഉടനെ തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ തീരുമാനത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നെവിൻ പറയുന്നു, ഉറച്ചു നിൽക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എങ്കിൽ പ്രധാന വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നെവിൻ ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ബാക്കി വീട്ടിലുള്ള എല്ലാവരും തന്നെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ആദിലയും നൂറയും അവിടെ കയറി ട്രിഗർ ചെയ്യുന്നുണ്ട്. നിനക്ക് ഗട്ട്സ് ഉണ്ടെന്ന് നീ ഇറങ്ങിപ്പോടാ, നീ പറഞ്ഞതല്ലേ, നീ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. സ്വന്തം റൂമിലേക്ക് പോയി എന്തോ എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ആദിലയുടെ നൂറയുടെ അടുത്ത് നെവിൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളിവിടെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങളെ കമ്മ്യൂണിറ്റിയെ പറ്റി ഇവിടെ ഒരു വാക്ക് പോലും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് അവർക്കൊരു ചെറിയൊരു തിരിച്ചടി കൊടുത്തിട്ട് നെവിൻ നേരെ ഇറങ്ങി പോവുകയാണ്. അവരാരും പിടിച്ചിട്ട് പോലും നിൽക്കുന്നില്ല. ശരത്തും അക്ബറും എല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നിൻ്റെ ലൈഫാടാന്നൊക്കെ പറഞ്ഞ് മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അതൊന്നും കൂട്ടാക്കാതെ നെവിൻ ഡോർ തുറന്ന ഓടി ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കറക്റ്റ് നെവിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡോർ അടയുകയും ചെയ്തു.